ഉത്തരവാദിത്തമാണ്. Now, father and mother should be agreed on this. They should have the same idea about this. മാതാവിനും പിതാവിനും ഈ വലിയ സത്യത്തിൽ ഒരു വലിയ അറിവ് ബോധ്യമുണ്ടായിരിക്കണം. Both of them should be agreed on this. They should think the same. രണ്ടുപേരുടെയും ചിന്ത ഒരേ നിലയിൽ ഈ വിഷയത്തിൽ പോകേണ്ടതാണ്. In many homes, that is not so. പല കുടുംബങ്ങളിലും കാര്യങ്ങൾ അങ്ങനെയല്ല ഇരിക്കുന്നത്. When the father scolds, the mother interferes and says, "Don't say that to my boy." പിതാവ് പറയുന്ന മകനെ ശാസിക്കുമ്പോൾ അമ്മ പറയും, എന്റെ മകനോട് അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. So the boy understands that there is a difference of opinion within the authority. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പനും അമ്മയും തമ്മിൽ ഈ അഭിപ്രായത്തിൽ ഏക അഭിപ്രായം അല്ല എന്നുള്ള കാര്യം. So he will stand with the mother all the time. അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ സൈഡിലായിരിക്കും അവൻ നിൽക്കുന്നത്. That should never happen. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. You should not have difference of opinion in this matter. ഈ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ അവരെ വളർത്തുന്ന കാര്യത്തിൽ മാതാവിനും പിതാവിനും വ്യത്യസ്തമായ ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. Even if there is some difference, you should not speak it out in front of the children. അഥവാ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ ആ കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. You should sort it out between yourselves. നിങ്ങൾ തമ്മിൽ ആ കാര്യം പറഞ്ഞ് തീരുമാനിക്കണം. So you should be of the same mind in the matter of disciplining your children. കുഞ്ഞുങ്ങളെ ശരിയായ നിലയിൽ പരിശീലിപ്പിക്കുന്നതിൽ ശിക്ഷിക്കുന്നതിൽ മാതാവിനും പിതാവിനും ഏക അഭിപ്രായത്തിൽ ആയിരിക്കണം. In many homes that is not so. പല കുടുംബങ്ങളിലും അത് നേരെ തിരിച്ച. They are of two different opinions. രണ്ട് വ്യത്യസ്ത ദിശകളിലാണ് അവരുടെ ചിന്തകൾ. So who will the child listen to? അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അപ്പനെ കേൾക്കണോ അമ്മയെ കേൾക്കണോ? That's a big dilemma for them. വലിയ ഒരു പ്രതിസന്ധിയാണ് അവരെ. It should never be so. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഭവനങ്ങളാകാൻ പാടില്ല. That is something that you should be agreed on. You should have the same consensus in this matter. കുഞ്ഞുങ്ങളുടെ മുൻപാകെ ഭാര്യയും ഭർത്താവും ഏക അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയണം. And this is an area where we need a lot of wisdom. വളരെയധികം വിവേകം ആവശ്യമുള്ള ഒരു പ്രതലമാണ് ഈ കാര്യം. Now in these 3 sessions I am going to tell you so many things. ഈ 3 സെഷനുകളായി വിവിധ കാര്യങ്ങൾ നമുക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. But above all that I want to tell you, അതിനെല്ലാം ഉപരിയായി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, we need a lot of wisdom in this. ഈ കാര്യത്തിൽ വളരെയധികം പരിജ്ഞാനം ദൈവ ജ്ഞാനം ആവശ്യമാണ്. I think this is an area where we need more wisdom than any other thing. മറ്റ് ഏത് കാര്യങ്ങളെക്കാളും ഏറ്റവും അധികം വിജ്ഞാനം ആവശ്യമുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണ്. How to bring up our children. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താൻ കഴിയുമെന്നുള്ളത്. Do you know how to bring up your child? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് അറിയാമോ? None of us know that. നമുക്ക് ആർക്കും അറിഞ്ഞു. There are some parents foolishly think that if I impose military rule in my house, all my children will come up well. എന്റെ വീട്ടിൽ മിലിറ്ററി റൂളൊക്കെ അഭ്യാസം നടത്തിയാൽ കുഞ്ഞുങ്ങളെ ശരിയാവുന്ന ധരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. When I say stand up, they will stand up. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും. Left turn means left turn. ഇടത്തോട് തിരിയാൻ പറഞ്ഞാൽ ഇടത്തോട് തിരിയും. Yeah, till they attain a particular age, they will do that. ഒരു പ്രായപരിധി വരെ അങ്ങനെയൊക്കെ ചെയ്യും. And then one fine morning, you will see that they go away. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പറയുമ്പോൾ അവരുടെ വഴിക്ക് പോകുന്നത് കാണാൻ കഴിയും. You can never bring up your children in military terms. Military terms ആ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായി വളർത്താൻ കഴിയില്ല. We need wisdom from above. ഉയർത്തുന്ന ജ്ഞാനം ആവശ്യമാണ്. When to say no, when to say yes. എപ്പോൾ കുഞ്ഞുങ്ങളോട് യേസും എപ്പോൾ നോയും പറയാൻ കഴിയണമെന്ന് നാം അറിഞ്ഞിരിക്കണം. Suppose your daughter asks you, can I go out with my friends? എനിക്ക് എന്റെ കൂട്ടുകാരോട് പോകാമോ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ, can I go and sleep over? എനിക്ക് അവിടെ പോയി അവിടെ ഇന്ന് സ്ലീപ്പ് ഓവർ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, can I go to the shop with my friends? എന്റെ കൂട്ടുകാരോട് ഷോപ്പിങ്ങിന് പോകാനായിട്ട് അനുവദിക്കുമെന്ന് ചോദിച്ചാൽ, what is the answer? എന്തായിരിക്കും ആൻസർ? Sometimes yes, sometimes no. ചിലപ്പോഴൊക്കെ നമുക്ക് യെസ് എന്ന് പറയാൻ കഴിയും, ചിലപ്പോൾ നോ എന്ന് പറയേണ്ടി വരും. If you all the time keep on saying no, 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 it may not be good. എല്ലാ സന്ദർഭങ്ങളിലും ഇല്ല സാധ്യമല്ലെന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാകും. Sometimes if you say yes all the time, that will also spoil them. എന്നാൽ എല്ലാ കാര്യങ്ങളിലും യെസ് എന്ന് പറഞ്ഞാലും അതും പ്രശ്നങ്ങളിൽ അവസാനിക്കൂ. When to say yes, when to say no. എപ്പോൾ പോകാമെന്നും എപ്പോൾ പോകണ്ട എന്നും പറയാൻ ഉള്ള ബോധ്യത നമുക്കുണ്ടാകണം. You should have the wisdom for that. അതിന് ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. Where do you get that wisdom from? അത് എവിടെ നിന്ന് ലഭിക്കും ഈ വിശുദ്ധം? I tell you, only from God. ദൈവത്തിൽ നിന്ന് മാത്രമേ ഈ പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ. Only God can give you wisdom in this area. ഈ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാനായിട്ട് കഴിയുള്ളൂ. That is why it is very important to pray and ask God's help in bringing up your children. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ഏർപ്പെടുവാനായി
should seek the face of God. ദൈവത്തിന്റെ മുഖം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് അന്വേഷിക്കണം ഈ കാര്യത്തിൽ. You know, in Judges chapter 13, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ you saw, when the angel of the Lord came to Samson's mother, സാംസന്റെ മാതാവിന്റെ അടുത്ത് ദൈവദൂതൻ വന്നപ്പോൾ, Manoah is making a request to that angel. ആ ദൈവദൂതനോട് മനോഹര ഒരു കാര്യം ആവശ്യപ്പെടുന്ന കാണാൻ കഴിയും. How shall we bring up this child? ഈ കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം? Please tell us. ഞങ്ങളോട് പറയുക എന്നാണ് പറഞ്ഞത്. That's a very good prayer for us to pray. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ആവശ്യമുള്ള ഒരു പ്രാർത്ഥന. That is what Manoah prayed. Please tell us how to bring up this child. മനോഹര പറഞ്ഞതാണ്, ദൈവമേ ഞങ്ങൾ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരണം. We should also pray the same prayer. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ്. God give us wisdom. ദൈവമേ ഞങ്ങൾക്ക് വിവേകം തരണമേ. How to say, when to say no, when to say yes. എപ്പോൾ അവരോട് വേണമെന്നും വേണ്ട എന്നും പറയാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണം. When to be strict with them, when to be little liberal with them. അവരോട് വളരെ കഠിനമായി കർക്കശമായി ഏർപ്പെടുന്നത് എപ്പോഴാണ് അവരോട് അല്പമായി സൂക്ഷ്മതയോടെ അധികം സ്നേഹത്തോടെ ഏർപ്പെടുന്നത് എന്നൊക്കെ പറയുവാൻ കഴിയണം. If you ask God for wisdom, ദൈവത്തോടെ നമ്മൾ ആലോചന ചോദിച്ചാൽ, in James chapter 1 and verse 5 it says, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, chapter 1 verse 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, if anyone lacks wisdom, let him ask of God. നിങ്ങൾക്ക് വിവേകമില്ല എങ്കിൽ സകലവും നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്ന്. God will give you wisdom. ദൈവം നമുക്ക് ആവശ്യമുള്ള ആലോചന തരും. That's a very comforting thought. വളരെയധികം ആശ്വാസം തരുന്ന ഒരു ആലോചനയാണ്. God will give us wisdom. ദൈവം നമുക്ക് അതിനുള്ള പരിജ്ഞാനം തരും. But we should see God's mind about it. ദൈവത്തിന്റെ ആലോചനയും ഹൃദയവും ആവശ്യത്തിൽ എന്താണെന്ന് അന്വേഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. Now I am trying to tell you that this is a very serious thing. That's what I am trying to tell you. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. This is a great responsibility God has entrusted with us. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണിത്. And therefore we have to manage the whole thing well. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. It is God who gives us children. ദൈവമാണ് നമുക്ക് മക്കളെ തരുന്നത്. In Genesis chapter 30, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ 30:30, അധ്യായത്തിൽ there we have a saying of Jacob. യാക്കോബ് പറയുന്ന ഒരു കാര്യം അവിടെയുണ്ട്. In verses 1 and 2, 1-2 വാക്യങ്ങളിൽ, when Rachel saw that she bare Jacob no children, she grew envious of her sister, and he said, "Give me children or I die." 1-ാം വാക്യത്തിൽ താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരനോട് അസൂയപ്പെട്ട യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. And Jacob says, "Am I in God's stead, who hath withheld from thee the fruit of the womb?" അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ധരിച്ചു, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. Am I in God's place? ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണോ? That means God is the one who gives us children, God is the one who withholds children. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും ദൈവമാണ്. In Psalm 127 we read the same thing. 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതിനെ വായിക്കുന്നു. In verse 3 we read, children are a heritage, a gift given by God. മക്കൾ നമ്മുടെ പ്രതിഫലം, നമ്മുടെ അവകാശം എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. God is the one who gives that gift. ദൈവമാണ് ഈ ദാനം നമുക്ക് നൽകി തരുന്നത്. So it is God's prerogative to give us children. നമുക്ക് കുഞ്ഞുങ്ങളെ തരിക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യമാണ്. Sometimes God does not give children also. ചില സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് മക്കളെ തന്നില്ല എന്നും പറയാം. That is God's special plan for some special people. ചില പ്രത്യേക ആളുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടിയ പ്ലാനാണ്. So there's no need to be discouraged if you have no children. കുഞ്ഞുങ്ങളില്ല എന്ന് വിചാരിച്ച് അത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. Just understand that God has a special plan for you. നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന് ഈ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നതാണ്. Some people think if we have no children, when we get old, who will take care of us? ചിലർ വിചാരിക്കും എനിക്ക് മക്കളില്ലെങ്കിൽ ഞാൻ പ്രായമാകുമ്പോൾ ആരെന്നെ നോക്കും എന്നുള്ള ഭാരമുണ്ട്. If you have children, do you guarantee that your children will take care of you? നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർ നിങ്ങളെ വാർദ്ധക്യത്തിൽ നോക്കുമെന്ന് നല്ല ഗ്യാരണ്ടി ഉണ്ടോ? There are parents who wish if they had no children. ചില മാതാപിതാക്കൾ മനസ്സിലാക്കി മക്കളില്ലായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവരുണ്ട്. So don't worry about that. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ If God gave you a life, ദൈവം നിങ്ങൾക്ക് ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ, and if God did not give you children, ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നില്ല എന്ന് God will take care of you. ദൈവം നിങ്ങളെ സൃഷ്ടിക്കും. Don't worry about that. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. Children are no guarantee
that they will take care of you when they are old, though that is their responsibility. അവരുടെ ചുമതലയാണെങ്കിൽ പോലും പ്രായം വരുമ്പോൾ മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങൾ നോക്കണമെന്ന് നിർബന്ധമില്ല. So some people are in God's special plan. അതുകൊണ്ട് ചിലരെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രത്യേക പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ്. God will give them special grace. അവർക്ക് പ്രത്യേകമായ കൃപ അവർക്ക് നൽകും. So don't worry about that. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. But generally it is God's plan that we have children. എന്നാൽ പൊതുവായി നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മക്കൾ ലഭിക്കണമെന്നുള്ളതാണ്. So they are given by God. കുഞ്ഞുങ്ങളെ ദൈവമാണ് നമുക്ക് നൽകിത്തരുന്നത്. If children are a gift from God, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ the giver decides which gift to give. ആ ദൈവമാണ് തീരുമാനിക്കുന്നത് ഏത് ദാനമാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന്. Suppose for your wedding I want to give a gift, I decide what to give you. നിങ്ങളുടെ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ത് സമ്മാനം കൊടുക്കണമെന്നുള്ളത്. The giver decides. കൊടുക്കുന്നയാളാണ് തീരുമാനിക്കുന്നത് Whether it should be boy or girl. അത് ആണായാലും പെണ്ണായാലും. Indians think that the given gift has always to be boys. നമുക്ക് ലഭിക്കുന്ന ദാനം എന്ന് പറയുന്നത് എപ്പോഴും ആണായിരിക്കണം എന്നാണ് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു ചിന്ത. I don't have to explain the reason for that, all of you know that. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. And they think that when you have boys you have wonderful blessing. ആൺമക്കളെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം ഉണ്ടാവും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. What about girls? പെൺമക്കളെ സംബന്ധിച്ച് എന്താണ്? I am sorry to say even many believers think wrong thoughts about this. അനേക വിശ്വാസികൾ പോലും ഇതിൽ വളരെ ആശയക്കുഴപ്പതയാണ് ചിന്തിക്കുന്നത്. There was I had 3 daughters when we had 3 daughters. എനിക്ക് 3 പെൺമക്കൾ ഉണ്ടായിരുന്നപ്പോൾ and we were expecting one more. ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ there was an elderly an uncle, elderly man in our assembly who was very much interested in us. ഞങ്ങൾ വളരെ താല്പര്യമുള്ള പ്രായമുള്ള ഒരു സഹോദരൻ. And he wanted the 4th one to be a boy. നാലാമത്തെ കുട്ടി ഒരു ആണായിരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. He was very anxious about it. അതിനെക്കുറിച്ച് വളരെ ആകാംക്ഷയോടെയിരുന്നു. For us it was no problem. Whatever God gives, we are happy. ഞങ്ങളെ സംബന്ധിച്ച് ദൈവം ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. We are still happy about it. അതിനെക്കുറിച്ച് ഇന്നും ഞങ്ങൾ സന്തുഷ്ടരാണ്. So the 4th child was born. നാലാമത്തെ കുട്ടി ജനിച്ചു. And he rang up. പെട്ടെന്ന് അപ്പോൾ ഫോൺ ചെയ്തു. What child? എന്റെ കുട്ടിയാണോ പെണ്ണോ? I said girl. പെൺകുട്ടിയാണ്. And then there was a great silence as we read in the book of Revelation. You know the meaning of that silence? All of you know the meaning of that. See, if God gives us gift, let him decide what gift to give. Sometimes God gives Down syndrome children or retarded children also. ചില സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രയാസമുള്ള പൂർണ്ണ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ തന്നു വരാം. That's not our mistake. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. God is the one who decides that. ദൈവമാണ് തീരുമാനിക്കുന്നത്. In Exodus chapter 4 പുറപ്പാട് 4-ാം അധ്യായത്തിൽ and in verse 11 അതിന്റെ 14-ാം വാക്യത്തിൽ we read that it is God who makes the blind and the lame and all these people. അന്ധന്മാരെയും മൃതന്മാരെയും സൃഷ്ടിക്കുന്നത് ദൈവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. That again is God's special plan for some families. ചില കുടുംബങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. And we have no right to complain. അതിനെക്കുറിച്ച് പരാതിപ്പെടുവാൻ നമുക്ക് ഒരു അവകാശമില്ല. We may not feel very comfortable to start with. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യമല്ല. But it is God who gives it. He has a plan in it. എന്നാൽ ദൈവമാണ് അങ്ങനെ തന്നതെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. God can make them a blessing in some way. ചില നിലയിൽ അവരെ നമ്മുടെ ഭവനത്തിന് മറ്റനേക അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. Sometimes we may not know how God makes them a blessing. എങ്ങനെയാണ് അവരെ അനുഗ്രഹ വിഷയമാക്കുന്നതെന്ന് പലപ്പോഴും നമുക്കറിഞ്ഞൂടാ. But God knows why He is doing what He is doing. എന്നാൽ ദൈവത്തിനറിയാം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നത് ദൈവത്തിന് വളരെ നന്നായിട്ട് അറിയാം. All of you have heard the name Fanny Crosby. ഫാനി ക്രോസ്ബി എന്ന സഹോദരി നിങ്ങൾ കേട്ടിട്ടുണ്ട്. And when she was born with both eyes. അവൾ ജനിച്ചപ്പോൾ തന്നെ 2 കണ്ണും കാണാതെ അന്ധയായിട്ട്. She was born with both eyes. 2 കണ്ണും കാണാതെയാണ് ജനിച്ചത്. But because of the negligence of a doctor who treated her, she lost both eyes when she was only few weeks of age. ഏതാനും ചില ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ് വന്ന ഒരു അനാഥയും 2 കണ്ണും നഷ്ടപ്പെട്ടു.
a sad thing. എന്തൊരു ദുഃഖകരമായ അനുഭവം. To have a small baby girl blind. ഒരു ചെറിയ പെൺകുട്ടി ചില ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കണ്ണും അന്ധതയിൽ ആകുക. And her mother was a bit worried about it. അവളുടെ മാതാവ് വളരെയധികം ഭാരപ്പെട്ട ഒരു വിഷയത്തിൽ. But after some time, ചില നാളുകൾക്ക് ശേഷം the mother thought God may have a plan in this. ആ മാതാവ് വിചാരിച്ചു ദൈവത്തിന് ഇതിൽ ഇത് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശം കാണും. And she encouraged her daughter. ആ പെൺകുട്ടിയെ ഉത്സാഹിപ്പിക്കാനായിരുന്നു. If God allowed this, God has a plan in this. ദൈവമാണ് ഇത് അനുവദിച്ചെങ്കിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് അവൾ പറഞ്ഞു. When Fanny Crosby grew up, ഫാനി ക്രോസ്ബി വളർന്നു വന്നപ്പോൾ she trusted the Lord. കർത്താവിൽ അവൾ ആശ്രയിച്ചു, വിശ്വസിച്ചു. And God used her to write more than 7,000 songs. 7,000 പാട്ടുകൾ എഴുതുവാൻ തക്കോണം ഈ ഫാനി ക്രോസ്ബിയെ ദൈവം ഉപയോഗിച്ചു. Fanny Crosby once said, ഫാനി ക്രോസ്ബി ഒരിക്കൽ പറഞ്ഞു, if I see that doctor ever, ഞാൻ ആ ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ I will say, Doctor, thank you for making me blind. It is because I am blind that I will use so much of God. ഞാൻ അന്ധയായി തീരുവാനായിട്ട് ഡോക്ടർ ചെയ്ത കാര്യത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ അന്ധയായതുകൊണ്ട് ദൈവം ഈ നിലയിൽ എന്നെ ഏർപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞു. Good number of songs we sing are written by her. Do you know that? നാം പാടുന്ന അനേക ഹൃദയസ്പർശിയായ പാട്ടുകളും ഫാനി ക്രോസ്ബി എഴുതിയിട്ടുള്ളതാണ്. Blessed assurance, Jesus is mine. Praise him, Jesus our blessed Redeemer. Praise the Lord, let the earth hear his voice. Pass me not, a gentle Savior, hear my humble cry. Jesus, keep me near the cross. All these are her songs. ഈ നല്ല നല്ല പാട്ടുകളെല്ലാം ഫാനി ക്രോസ്ബി എഴുതിയ പാട്ടുകൾ തന്നെയാണ്. See how God used her infirmity to make her a blessing to many. അവളുടെ ആ പ്രതികൂലമായ ജീവിത സാഹചര്യത്തിൽ ദൈവങ്ങളെ അനുകൂലമായ നിലയിൽ മറ്റു പ്രയോജനമായി തീർത്ത വിധം നാം ഓർക്കുക. So let me conclude my first talk here. ഞാൻ എന്റെ ആദ്യത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കട്ടെ. It is God who gives us children. ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ നൽകി തരുന്നത്. He decides what kind of a child we should have. നമുക്ക് എങ്ങനെയുള്ള ഒരു കുഞ്ഞ് ആയിരിക്കണം എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. What color? എന്ത് നിറമായിരിക്കണം, What intelligence level? എന്തുമാത്രം ബുദ്ധിശക്തിയുള്ള കുഞ്ഞായിരിക്കണം, How smart? എന്തുമാത്രം സ്മാർട്ട്നെസ് ഉണ്ടായിരിക്കും, How weak? എന്തുമാത്രം വീക്ക്നെസ് ഉണ്ടായിരിക്കും. It's all in God's hand. ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന കാര്യങ്ങളാണ്. Our responsibility is to gladly accept what God gives. ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ കടമ. And our responsibility is to bring those children up for God. ദൈവത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ നല്ല വഴികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. That's a great responsibility. അതൊരു വലിയ ചുമതലയാണ്. How to fulfill that responsibility? എങ്ങനെ ആ ചുമതല നിർവഹിക്കാൻ കഴിയും? We need to pray for wisdom. ഉയരത്തിലെ ജ്ഞാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. And the practical aspects of it we will consider as we continue today. അതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് നാം പിന്നീടുള്ള അവസരത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, we thank Thee for this morning when we can come together and consider this most important subject. We pray that Thou will show us our failures as we study this and also help us to make corrections wherever corrections are needed. We pray that Thou will make this day a day of blessing for each one of us as we ask this in our Savior's precious name. Amen.